Examwinner family. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിന്റെ നീറ്റ് ആൻഡ് കീം ബാച്ചിൽ ഫ്രീ ആയിട്ട് പഠിക്കണോ? ഫ്രീ ആയിട്ട് മാത്രം പഠിച്ചാൽ പോരാ, സ്കോളർഷിപ്പോട് കൂടി പഠിക്കണോ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്, നമ്മളുടെ എക്സാമിനറിന്റെ സ്കോളർഷിപ്പ് അവാർഡ്സ്. അപ്പം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളുടെ എക്സാമിനറിന്റെ നീറ്റ് ബാച്ചിനെ പറ്റിയിട്ടല്ലേ. നമ്മളുടെ +2 ഉയരെ പ്ലസ് നിങ്ങൾക്ക് നീറ്റ് അല്ലെ, നീറ്റ് കോച്ചിങ്ങും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന, രണ്ടും ഒരു കുടക്കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മളുടെ +2നുള്ള ഫുൾ +2 ട്യൂഷനും തരും, അതേപോലെ തന്നെ നീറ്റിനുള്ള അടിപൊളി കോച്ചിങ്ങും തരും. വെറുതെ കോച്ചിങ് മാത്രമല്ല തരിക, നമ്മൾ നീറ്റിന് വേണ്ടിയിട്ടുള്ള അടിപൊളി എന്താണ് സ്റ്റഡി മെറ്റീരിയൽസും കൂടി തരും. അപ്പം NCERT ഫിംഗർ ടിപ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ബുക്സ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. NCERT എന്ന് പറയുമ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബൈബിളാണ് NCERT എന്ന് പറയുന്നത്. നിങ്ങളുടെ വിരൽ തുമ്പിൽ NCERT പ്രൊവൈഡ് ചെയ്യുന്ന ബുക്കാണ് NCERT ഫിംഗർ ടിപ്സ് എന്ന് പറയുന്നത്. ടോപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ബുക്കാണ്, ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ബുക്കാണ് ഈ NCERT ഫിംഗർ ടിപ്സ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ NCERT ഫിംഗർ ടിപ്സ് പ്ലസ് 22 ഇയേഴ്സിൻ്റെ ഫുള്ളി സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്ക്. അപ്പം നിങ്ങൾക്കറിയാം, വെറുതെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ പോരാ, ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും ഒക്കെ നല്ലോണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ സ്പീഡ് കൂടുക, എങ്കിൽ മാത്രമാണ് നമ്മളുടെ ആക്യുറസി കൂടുക, എങ്കിൽ മാത്രമാണ് നമ്മളുടെ റാങ്കും കൂടുക അല്ലേ. അപ്പം ഈ ബുക്ക് സെറ്റ് കംപ്ലീറ്റ്ലി, ബുക്ക് സെറ്റിന് മാത്രം ഒരു 3000 വർത്തുണ്ട്, 3000 മേളിൽ വർത്തുണ്ട്. അതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ +2 ട്യൂഷൻ പ്ലസ് നീറ്റ് ബാച്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണോ? അതിനൊരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ +2 ട്യൂഷൻ പ്ലസ് കീമിൻ്റെ ബാച്ച്, കീം എന്ന് പറയുമ്പം കീമിനും നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. 12 ഇയേഴ്സിലെ സോൾവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അത് മാത്രം ചെയ്ത് പഠിച്ചാൽ മതി, നിങ്ങൾ ഫുൾ സെറ്റാണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ അടിപൊളിയായിട്ടുള്ള കോച്ചിങ്ങും തരും. നിങ്ങൾക്ക് എക്സ്ട്രാ 12 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. അപ്പം നമ്മളുടെ കീമിൻ്റെ ബാച്ചും ഈ 2 ബാച്ചിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്കോളർഷിപ്പോട് കൂടി പഠിക്കണമെങ്കിൽ 25th വൈകുന്നേരം, ഈ വരുന്ന 25th ഈവനിങ്, സാറ്റർഡേ 25th ഈവനിങ് വൈകുന്നേരം 5 മണിക്ക് നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യും. അപ്പം ആ സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ്, ആ സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മിസ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോയിട്ട് ആ ലിങ്കിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. ആ ലിങ്ക് ഓപ്പൺ ആവുന്നത് 25th ഈവനിങ് 5 മണിക്കായിരിക്കും കേട്ടോ. സാറ്റർഡേ 25th ഈവനിങ് 5 മണിക്ക് ലിങ്ക് ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് കിട്ടത്തില്ല. ഓക്കെ, ഇപ്പോൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ 25th വൈകുന്നേരം 5 മണിക്ക് വന്ന് നോക്കിയാലാണ് ലിങ്ക് തുറക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ സ്കോളർഷിപ്പ് എക്സാം നിങ്ങളുടെ +1 ലെവൽ, +1ൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന നീറ്റ് അല്ലെങ്കിൽ കീം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക കേട്ടോ. +1 ലെവലിലേ വരുള്ളൂ, +2 ലെവലിൽ വരില്ല. +1ൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് നീറ്റിന്, അതിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. +1 ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ് സ്കോളർഷിപ്പ് എക്സാമിന് ഉണ്ടാവുക കേട്ടോ. മാക്സിമം ഒരു 30 ക്വസ്റ്റ്യൻസ് ഒക്കെയുള്ള ഒരു സിമ്പിൾ, അത്യാവശ്യം നീറ്റ് കീം ലെവലിലുള്ള എക്സാം ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് നമ്മളുടെ വിന്നേഴ്സിന് നമ്മൾ നീറ്റിൽ നിന്ന് 20 പേരെയാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. നീറ്റിൽ നിന്ന് ആദ്യത്തെ 20 പേരെ, ടോപ്പിലുള്ള ആദ്യത്തെ 20 പേരെ ചൂസ് ചെയ്യും. കീമിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടോപ്പ് ആയിട്ടുള്ള ആദ്യത്തെ 10 പേര്, ടോപ്പ് 10ൽ വരുന്ന, നീറ്റിനാണെങ്കിൽ ടോപ്പ് 20ൽ വരുന്ന ആളുകളെ ചൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് എന്ന് പറയുന്നത് ഈ 20 പേർക്ക്, നീറ്റിന്റെ ബാച്ചിലാണെങ്കിൽ 20, ആദ്യത്തെ 20 പേർക്ക്, ടോപ്പ് 20 ആളുകൾക്കും എക്സാമിനറിന്റെ ബാച്ചിൽ ഫ്രീ ആയിട്ട് പഠിക്കാം. ഇനി ഫ്രീ ആയിട്ട് മാത്രമല്ല, സ്കോളർഷിപ്പോട് കൂടിയും പഠിക്കാം. ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക്, ഫസ്റ്റ് പ്ലേസിൽ കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 5000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ്. സെക്കൻഡ് പ്ലേസിൽ വരുന്ന ആൾക്ക് എന്ന് പറയുന്നത് 3000 ക്യാഷ് പ്രൈസ് ആണ്. ആൻഡ് തേർഡ് പ്ലേസിൽ വരുന്ന ആൾക്ക് എന്ന് പറയുന്നത്, തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 2000 ക്യാഷ് പ്രൈസ് ആണ്. ഇനി നീറ്റിനാണെങ്കിൽ 4 മുതൽ 20th പ്ലേസസിൽ വരുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ്. കീമിനെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ടോപ്പ് 10 ആളുകളാണ്. ദർഫോർ എന്താണ്, 4 തൊട്ട് 10 വരെ പ്ലേസസിൽ വരുന്ന ആളുകൾക്ക് 1000 രൂപയുടെ ക്യാഷ് പ്രൈസ് വരും. ഇങ്ങനെയാണ്. അപ്പം എല്ലാവർക്കും, കീമിലാണെങ്കിൽ ടോപ്പ് 20 സ്റ്റുഡൻസിനും നീറ്റിലാണെങ്കിൽ ടോപ്പ് 10 സ്റ്റുഡൻസിനും നിങ്ങൾക്ക് ബാച്ചിൽ ഫ്രീ ആയിട്ട് പഠിക്കാം. സ്കോളർഷിപ്പ് എമൗണ്ട് ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് 5000, then 3000, then 2000, ബാക്കി എല്ലാവർക്കും 1000 വെച്ചിട്ടാണ് നമ്മളുടെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് 25th സാറ്റർഡേ വൈകുന്നേരം 5 മണിക്കായിരിക്കും. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മിസ് ലിങ്ക് പിൻ ചെയ്ത്
വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ 25-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ലിങ്ക് എന്താണ് ആക്റ്റീവ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിസ് പറഞ്ഞുതരാം. ഇത് എന്താണെങ്കിലും എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. നിങ്ങളുടെ പേര് കൊടുക്കാൻ നോക്കിപ്പം കീമിൻ്റെ സ്പെഷ്യൽ ടെസ്റ്റിൻ്റെ ലിങ്കാണ് മിസ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫുൾ നെയിം കൊടുക്കാനുള്ളൊരു സ്ലോട്ട് ഉണ്ടാവും, ഒരു സ്പേസ് ഉണ്ടാവും. ദെൻ ആക്സസ് കോഡ് കേട്ടോ. ആക്സസ് കോഡൊക്കെ അതിലുണ്ടാവും കേട്ടോ. താഴെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്നതിൽ ആക്സസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് അത് ആക്ടിവേറ്റ് ആവുക? 25th വൈകുന്നേരം 5 മണിക്കാണ് ആക്ടിവേറ്റ് ആവുക. അപ്പം പേര് കൊടുക്കുമ്പോൾ ഡിസ്ക്ലെയിമർ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. പേര് കൊടുക്കാൻ നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേര് അല്ലേ, മിസ്സാണ് പേര് കൊടുക്കണമെങ്കിൽ നമ്മളുടെ ഫുൾ നെയിം കൊടുക്കാം. ഇപ്പോൾ അതാ ഞാൻ പേര് കൊടുക്കുകയാണ്, അനൂമിസ് എന്ന് കൊടുത്തു. എന്നിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പേര് കൊടുത്തു, ഒരു ഹൈഫൻ ഇട്ടിട്ടു. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ ഫോൺ നമ്പർ, ഈ ഫോൺ നമ്പർ ഉണ്ടെങ്കിലല്ലേ നിങ്ങളാണ് വിന്നർ എങ്കിൽ നമ്മൾക്ക് എക്സാമിനറെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോൺ നമ്പർ മസ്റ്റായിട്ടും കൊടുക്കണം. ഫോൺ നമ്പർ കൊടുക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിന്നർ ആവാൻ പറ്റില്ല കേട്ടോ. അപ്പം നോക്കുക, അനൂമിസ് എന്ന് പറഞ്ഞ് കൊടുത്തു. ദെൻ നമ്മൾ ഫോൺ നമ്പർ, മിസ്സിൻ്റെ ഫോൺ നമ്പർ മിസ് കൊടുക്കുകയാണ് 75920920 then 21 7592092021 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ പേരും ഫോൺ നമ്പറും കൊടുക്കുക. ദെൻ ആക്സസ് കോഡ് അടിക്കുക, സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കുക. നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം ഫോൺ നമ്പർ കൊടുക്കുക എന്നുള്ളൊരു ഭാഗം നിങ്ങൾ മറന്നു പോകാതിരിക്കുക. ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിന്നർ ആയി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് മറക്കാണ്ട് എല്ലാവരും ഫോൺ നമ്പർ കൊടുക്കണം പേരിൻ്റെ കൂടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് എല്ലാവരും പോയിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. സമയമുണ്ട്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ആ ഒരു വിന്നറായിട്ട് വരിക. ടോപ്പ് 20 അല്ലെങ്കിൽ നീറ്റിനാണെങ്കിൽ ടോപ്പ് 20 സ്റ്റുഡൻസിൽ ഒരാളായിട്ട്, അല്ലെങ്കിൽ കീമിനാണെങ്കിൽ ടോപ്പ് 10 ഒരാളായിട്ട് വരിക. എക്സാമിനറുടെ ബാച്ചിൽ ഫ്രീ ആയിട്ട് സ്കോളർഷിപ്പോട് കൂടി പഠിക്കുക കേട്ടോ. You were born to win, but to be a winner you must എന്ത് ചെയ്യണം? Plan to win, prepare to win and expect to win. പ്ലാൻ ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം, ദെൻ എന്താണ് വിൻ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒന്നിച്ച് എക്സാമിനറുടെ ബാച്ചിൽ കാണാം. എല്ലാവരും മറക്കാതെ എന്ത് ചെയ്യണം? ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. 25th വൈകുന്നേരം 5 മണിക്ക് വന്ന ലിങ്കിൽ പോയിട്ട് ടാപ്പ് ചെയ്തിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുമ്പം പേര് കൊടുക്കുമ്പോൾ പേരിൻ്റെ കൂടെ ഫോൺ നമ്പർ കൂടി ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ എവ്രി വൺ.